ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്. അപ്പോൾ തന്നെ ഇച്ചുനെയൊക്കെ വിളിച്ചോണ്ട് വന്നിട്ട് ഞങ്ങൾ ഫുട്ബോൾ കളി തുടങ്ങിക്കാണ് ഗൈസ്. ഇത് ഞായറാഴ്ച വൈകിട്ടത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നീരവ് വെറുതെ ബോറടിച്ചിരിക്കണമെന്ന് തോന്നിയപ്പോൾ നിച്ചുവിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാ. സാധാരണ ഞാനും നീരവും കൂടി നിച്ചുവിനോടെയാണ് കേട്ടോ എപ്പോഴും പോയിരിക്കാറ്. സനേഷേട്ടൻ വന്നു കഴിഞ്ഞാൽ നീരവിന് പിന്നെ അവിടെയൊക്കെ പോയിരിക്കാൻ മടിയാണ്. അപ്പോൾ നിച്ചുവിനെ ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചോണ്ട് വന്നതാണേ. ഈയിടെയായിട്ട് നീരവ് ഭയങ്കര തമാശക്കാരനാവുന്നുണ്ട് കേട്ടോ. അവൻ്റെ വർത്താനൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരിക, നല്ല കോമഡിയൊക്കെ നല്ലോണം തട്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കളിച്ചപ്പോഴേക്കും നെച്ചുവിന് വയ്യാണ്ടായി. പിന്നെ ഞങ്ങൾ ബോളൊക്കെ എടുത്തു വെച്ചു കേട്ടോ. നീരവ് വലിയ കാര്യമായിട്ട് കളിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവൻ വയ്യാണ്ടായി എന്ന് പറഞ്ഞൊരു സൈഡിൽ പോയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കളിക്കുമ്പം ചേട്ടനും നിച്ചും കൂടി കളിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഓടി കളിച്ചിട്ട് നീരവിൻ്റെ മേത്ത് ബോൾ തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കരച്ചിൽ സങ്കടമൊക്കെ വന്നു. പിന്നെ സമാധാനിപ്പിച്ചിട്ട് ആ വണ്ടിയുടെ മുകളിലൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ. ഇതൊക്കെ ചേട്ടൻ കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചേട്ടൻ കുറേ വണ്ടികൾ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് വണ്ടികൾ. അപ്പോൾ അതൊക്കെ വെച്ച് കളിക്കുക. ആ ജീപ്പ് പോലത്തെ ഒരു സംഭവമില്ലേ നീല, ചേട്ടൻ വരണതിൻ്റെ 2 ദിവസം മുന്നേ എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാട്സപ്പിൽ. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഈശ്വര ഇത് ഒറിജിനൽ വണ്ടി പോലെ ഉണ്ടല്ലോ എന്ന്. സത്യമാണ് കേട്ടോ, അടിപൊളി വണ്ടി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇവർ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയോൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇതിൻ്റെ സെറ്റിങ്സ് ഒന്നും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ, അതിങ്ങനെ ഓടിപ്പിക്കുകയെന്ന്. ഞാൻ എന്നാലും കയ്യിൽ വെച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ കാറല്ല ജീപ്പ്, അത് ലൈറ്റ് കത്തുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും ഇനി റിമോട്ട് കൺട്രോൾ ആവുമെന്ന്. എന്നിട്ട് ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു അല്ല ഇതിങ്ങനെ ലൈറ്റ് കത്തും എന്ന് മ്യൂസിക്കൊക്കെ വരും തോന്നുന്നുണ്ടെങ്കിൽ, കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ അത് ഉന്തിത്തള്ളി വരുന്നതാട്ടോ. ചേട്ടൻ കുറേ സ്കെച്ച് പേനകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ വണ്ടികളിലൊക്കെ മോഡിഫിക്കേഷൻ ആവാന്ന്. അപ്പോൾ ഇവരൊക്കെ കൂടെ മോഡിഫൈ ചെയ്യാം അത്ര. മോഡിഫിക്കേഷൻ പഴയ വണ്ടിയിൽ മാത്രമാണ് കേട്ടോ അവർക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ. പുതിയ വണ്ടികളൊന്നും തൊട്ട് പോയിരുന്നെന്നാണ് പറഞ്ഞേക്കണ്. അങ്ങനെ നിച്ചുവിനെ ഒരു 6:45 ഇപ്പോൾ അവരുടെ വീട്ടിൽ കൊണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് മേല് കഴുകി. ഇപ്പോഴേ കഴുകണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവനെ എഴുതാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും 4 ലൈൻ 2 ലൈനിലൊക്കെ ഇവനെ എഴുതിപ്പിക്കാറ്. അതാണെന്ന് തോന്നുന്നു. നല്ല രീതിക്ക് ഭംഗിയിൽ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരൊക്കെയോ പറയുകയും ചെയ്തു നല്ല ഭംഗിയുണ്ട് എന്ന് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ. ഇനി ഇതില് സ്മോളർ ഫ്ലവർ ഏതാ? സ്മോളസ്റ്റ് ഫ്ലവർ ഏതാ? ഇത് സ്മോളസ്റ്റ്. നമ്മുടെ റോക്ക് ആൻഡ് റോൾ സിനിമയിൽ പറയില്ലേ പുതിയ പാട്ടിൻ്റെ ടൂണ് കണ്ടുപിടിക്കട്ടെ എന്ന്, അതേപോലെ ഇവരെന്തൊക്കെയോ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം അടുക്കളയ്ക്ക് ഓടി വന്നു. രാത്രിക്ക് ഇപ്പോൾ ചോറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. ചപ്പാത്തിയും പിന്നെ രാവിലെ ഉണ്ടാക്കിയൊരു ഉരുളൻകിഴങ്ങ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു വെള്ളക്കറിയില്ലേ, ഇഷ്ടമെന്നാണോ അതിനെ പറയുക അറിയില്ല കേട്ടോ കറക്റ്റ്. അങ്ങനെ ഒരു കറി ഞാൻ കണ്ടുപിടിച്ചുണ്ടാക്കിയിട്ടുണ്ട് കുറേ നാളുകൾക്ക് ശേഷം. ഇപ്പം 2ാമത്തെ പ്രാവശ്യം എന്നാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ നീരവിന് തീരെ ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടമാവാത്തതുകൊണ്ട് ഒരു തക്കാളി ചമ്മന്തി കൂടി ഞാൻ ഉണ്ടാക്കിയ ചട്ടിയിൽ ഇരിക്കണ തക്കാളി ചമ്മന്തിയാണേ. അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ വെറുതെ ഇവരുടെ അനക്കം കേൾക്കാണ്ടായിപ്പോൾ ഹോളിൽ വന്ന് നോക്കിയപ്പോൾ നീരവ് ഭയങ്കര പെയിൻറ്റിങ്ങും ഡിസൈനും ഉണ്ടാക്കാൻ എന്താണ്ടൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് നീരവിൻ്റെ പേരൊക്കെ ഇതിലടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ആഴ്ച ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ മാം. അതായത് അവൻ്റെ പേര്, ഫുൾ നെയിം, ഫോൺ നമ്പർ ഇതൊക്കെ ഒറ്റയ്ക്ക് എഴുതാൻ പഠിക്കണം എന്ന്. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ മലയാളമൊക്കെ എഴുതാൻ പഠിച്ചു കേട്ടോ. അതായത് റ, ന, വ, പ, ത അങ്ങനത്തെ അക്ഷരങ്ങളില്ലേ അതൊക്കെയാണ് ഇപ്പോൾ 2 ലൈനിൽ എഴുതിപ്പിക്കുന്നത്. അത് തന്നെയാണല്ലോ ഞാൻ നേരത്തെ കാണിച്ചു തന്നതല്ലേ. എൻ്റെ പഴയ ഇതാണ് ടോർച്ച്. അപ്പോൾ അതിന് വർക്ക് ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. ഇത്ര ആൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ദൂരത്തേക്കൊക്കെ എന്തെങ്കിലും എനക്കം കേൾക്കുമ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കണാണേ. അപ്പോൾ ചേട്ടാ അത് നേരെയാക്കുക. ഞാൻ ഇങ്ങോട്ട് അടുക്കളയ്ക്ക് വന്നു. നല്ല രാത്രി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ആ കൂട്ടത്തിൽ എൻ്റെ പുതിയ കപ്പുകളും കാണിക്കുന്നുണ്ട് കേട്ടോ.
ഹോം തിയേറ്റർ മേടിക്കാൻ പോയപ്പോൾ ആ കൂട്ടത്തിൽ മേടിച്ചതാ. കുറേ നാളായാലും ഞാൻ പറയുന്നു ഇനി എനിക്ക് 2-3 സാധനങ്ങളും കൂടി മേടിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ എന്നെ സൂപ്പിട്ടിട്ട് വേണം മേടിക്കാൻ. ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യം ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പെട്ടി പൊടിക്കണ വീഡിയോ ഞാൻ യൂട്യൂബിൽ എല്ലാത്തിലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ ഈ 3 ഞാൻ എല്ലാ ഷോർട്സും ഇടാറ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് 3 ലാക്കോളം വ്യൂസ് കിട്ടി ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് ഇത്രയും പേര് എൻ്റെ വീഡിയോ കാണുന്നത്. എനിക്കെന്താ ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ നല്ല നോക്കിയപ്പോൾ 1 ലാക്കിൻ്റെ അവിടെ എത്താറായിട്ടിരിക്കുന്നുണ്ട്. കുറേ ഫോളോവേഴ്സ് കയറിയിട്ടുണ്ട്. ഈ 1K ഉണ്ടായിരുന്നില്ല കേട്ടോ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ. ഫേസ്ബുക്കിൽ തീരെ ഇല്ല. അതൊക്കെ ഇപ്പോൾ എനക്കം വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതാണ്. അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ 1K ഫോളോവേഴ്സൊക്കെ. അപ്പം ഇതെന്താ പറ്റി വെച്ചിട്ട് വെറുതെ എൻ്റെ റീൽസ് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ടോ ഇത്ര ഇതൊക്കെ വ്യൂസൊക്കെ. എനിക്കങ്ങോട്ട് സന്തോഷമായി. ലൈക്കൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു ഇതുണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ യൂട്യൂബ് പോലെ എന്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. യൂട്യൂബ് ചേട്ടന്മാർ കേൾക്കട്ടെ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചേട്ടന്മാരാണ് എന്നെപ്പോൾ കുറച്ച് വളർത്താൻ നോക്കണത്, ശ്രമിക്കണത്. താങ്ക് യു ഇൻസ്റ്റാഗ്രാം ചേട്ടന്മാരെന്നൊക്കെ. അവരത് കേൾക്കണമെന്നും ഉണ്ടാവില്ല, വെറുതെ ഇരുന്ന് പറയാണ് കേട്ടോ. പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ താഴെ ഇരുന്നിട്ടാണ് കഴിക്കണത്. അതുകൊണ്ട് എനിക്ക് ഫോൺ കൊണ്ടുവച്ചിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ എണീറ്റിട്ട് വീണ്ടും ഓഫ് ചെയ്യണം, മടിയാവുക. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. നീരവൻ്റെ ഫുഡ് അടി ഇപ്പോഴാണ് കഴിയണം. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ മത്സരം വെക്കും കേട്ടോ. ഞങ്ങൾ എല്ലാവരും അല്ല, ചേട്ടനും നീരവും കൂടി കഴിക്കുമ്പോൾ ആരുടെ ആദ്യം കഴിയുകയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ചേട്ടൻ്റെ ആദ്യം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അവൻ വേഗം പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. കൈയൊക്കെ കഴിക്കാൻ അവൻ പോയിരുന്നു. അവിടെ അവൻ്റെ പെയിൻറ്റിങ്ങൊക്കെ അവിടെ നിർത്തി വെച്ചേക്കാണല്ലോ. അങ്ങനെ ഞാൻ വേഗം എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ ഞാൻ ഒരു പുതിയ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. വെള്ളയപ്പം ഉണ്ടാക്കാനേ എത്ര തലകുത്തി മറിഞ്ഞിട്ട് എൻ്റെ ശരിയായി കയറുന്നില്ല. എല്ലാം എൻ്റെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം ദോശ ഉണ്ടാക്കാൻ, ഇഡ്ഡലി ഉണ്ടാക്കാനൊന്നും ഈ മാവ് മിക്സ് ചെയ്യാനുള്ള ഇത് അറിഞ്ഞേർന്നില്ല. ചെയ്ത് ശരിയായിട്ടോ. അതേപോലെ സാമ്പാർ ഉണ്ടാക്കാനും ഇതേപോലെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ശരിയായി വരുന്നത്. ഇപ്പോൾ തീരെ അറിയാത്തത് ഇപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. പൊടി മേടിച്ചിട്ട് എനിക്ക് സെറ്റ് ആവണില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിൽ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഈ ഒരു എളുപ്പപ്പണിയിൽ അവർ ചെയ്യണുണ്ട് കേട്ടോ. ഞാനൊരു 2-3 പ്രാവശ്യം അതേപോലെ ചെയ്ത് നോക്കി. 3 പ്രാവശ്യം എൻ്റെ കറക്റ്റായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരാമെന്ന്. ഇനിയിപ്പോൾ എന്നെ പോലെ അറിയാണ്ടിരിക്കണവർക്കാണെങ്കിൽ എളുപ്പമാവുമല്ലോ. ഞാനിപ്പോൾ ഇതിലൊരു 1.5 ഗ്ലാസ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 3/4 ഗ്ലാസോളം ചോറും 3/4 ഗ്ലാസോളം തേങ്ങയും പിന്നെ കുറച്ച് ഈസ്റ്റും കൂടി ഇട്ടിട്ടേ നല്ല പോലെ അങ്ങോട്ട് മിക്സിയിലടിക്കുക. പിന്നെ പഞ്ചസാരയും കൂടി ഇട്ടോളൂ കേട്ടോ. ആവശ്യത്തിന് മധുരം അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് അടിച്ചോളെ. അടിപൊളിയാണ് കേട്ടോ, പറയാൻ വാക്കുകളില്ല. ഞാൻ ഇതിൽ മൊത്തത്തിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഉദ്ദേശിച്ച തരം വെള്ളയപ്പം തന്നെയാണ് എനിക്കിപ്പോൾ കിട്ടണത്. അതാണ് കേട്ടോ ഞാൻ എത്ര സന്തോഷത്തിൽ വന്നിരുന്ന് പറയണത്. ഇതിന് മുന്നേ ഞാൻ കുറേ നാൾ മുന്നേ വെള്ളയപ്പം ഉണ്ടാക്കുന്ന ഒരു ബാറ്റർ അത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിക്ക് ഫ്ലോപ്പ് ആവുകയും ചെയ്തു കേട്ടോ. ആദ്യം ഒരു പ്രാവശ്യം എന്താണ് ശരിയായിട്ടുള്ളൂ, പിന്നെ ശരിയായിട്ടില്ല. പിന്നെ ഞാൻ ആ കാര്യം വിട്ടു. ഇനിയിപ്പോൾ വെള്ളയപ്പേ വേണ്ട എന്നുള്ള ഇതിലെത്തി. പക്ഷെ വീണ്ടും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോഴേ അപ്പം ഞാൻ ഈശ്വര ഇതെങ്ങനെയാണ് പഠിക്കുക, എങ്ങനെ ഉണ്ടാക്കി പഠിക്കുക വെച്ചിട്ട് ഇങ്ങനെ നോക്കി ലാസ്റ്റ് ശരിയായിട്ടോ. ചെറുപയറും കൂടെ വെച്ചിട്ടുണ്ട് കുതിർത്താൻ വേണ്ടിയിട്ട്, നാളെ കറി വയ്ക്കാനാണ്. പിന്നെ എല്ലാ പണികളും കഴിഞ്ഞത് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു എന്തോ ഹൊറർ മൂവി കാണുക. നീരവ് ഫോണിലെന്തോ കളിക്കുക, ചേട്ടൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഹോം തിയേറ്ററിൽ. ഞാൻ വേറൊരു വിശേഷം പറയാൻ വിട്ടുപോയിട്ടോ. വേറൊന്നുമില്ല കേട്ടോ. നമ്മൾ ഹോം തിയേറ്റർ മേടിച്ചോണ്ട് വന്നിട്ടേ TV കേബിളൊക്കെ കുത്തിയപ്പോൾ ഇതിനെന്തോ ഒരു കണക്ഷനുള്ള ഒരു ഇതുണ്ടല്ലോ ഓപ്ഷൻ, അത് ഇതിൽ എന്തോ വർക്ക് ചെയ്യണം എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്നിട്ട് ചേട്ടൻ TV ഒന്ന് റീസെറ്റ് ചെയ്തു. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒറിജിനൽ റിമോട്ടും ഇല്ല, അത് കേടായിട്ട് നമ്മളൊരു ഡ്യൂപ്ലിയാണ് മേടിച്ച് വെച്ചേക്കണേ. തോംസൻ്റെ ആണ് കേട്ടോ നമ്മുടെ TV. കുറച്ച് ആളായി മേടിച്ചിട്ട്. അപ്പം എന്ത് ചെയ്തു, ചേട്ടൻ റീസെറ്റ് ചെയ്തു. കഥ വരട്ടെ. റീസെറ്റ് ചെയ്തതിന് ശേഷം പെയർ ഓപ്ഷൻ ഉണ്ട് റിമോട്ടും TVയും തമ്മിൽ. ആ പെയർ ഓപ്ഷന് പ്ലസ് വോളിയം ബട്ടൺ ഉണ്ടല്ലോ, പ്ലസ് മൈനസ് ഒരുമിച്ച് ഞെക്കണം. അത് നമ്മുടെ ഈ റിമോട്ടിൽ പറ്റണില്ല, എങ്ങനെ നോക്കിയിട്ടും പറ്റണില്ല. നമ്മളാണെങ്കിൽ ഹോം തിയേറ്റർ മേടിച്ചിട്ട് ആകെ പണി കിട്ടിയ പോലെ TV ഓണാക്കാൻ പറ്റില്ല, കണക്ഷൻ ശരിയാവണില്ല, ഒന്നും ശരിയാവണില്ല കേട്ടോ. മൊത്തത്തിലൊരു വിഷമം. ശനിയാഴ്ച മൊത്തത്തിലിരുന്ന് നോക്കിയിട്ട് ചേട്ടൻ എങ്ങനെ നോക്കിയിട്ട് ശരിയാവണില്ല. എന്നിട്ട് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ കണ്ടുവരുന്നത്. അത്യാവശ്യമുള്ള സമയത്ത് നീരവനാണെങ്കിൽ കുത്തിയിട്ട് ഹോം തിയേറ്ററൊക്കെ മേടിച്ച് അവന് കാർട്ടൂണൊന്നും കാണാനും പറ്റില്ല. അതാണ് അവൻ്റെ വിഷമം കേട്ടോ. ഞായറാഴ്ച ഞങ്ങൾക്ക് ഒന്നും വെക്കാനൊന്നും പറ്റിയില്ല. പിന്നെ തിങ്കളാഴ്ച ഞങ്ങൾ അവിടെ ഷൊർണൂർ എല്ലാ കടകളിലും പോയി. പക്ഷെ നമുക്ക് കിട്ടിയില്ല കേട്ടോ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന്. പിന്നെ ചൊവ്വാഴ്ച നമുക്ക് റിമോട്ട് കിട്ടിയത്. അന്ന് തന്നെ നമ്മുടെ TV എല്ലാം സെറ്റായിട്ടോ. ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നലെ. അപ്പോൾ ഇന്നലെയാണ് എല്ലാം സെറ്റായത്. അപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോം തിയേറ്ററിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ നമ്മുടെ വെള്ളയപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു. അതിൽ നുള്ളുപ്പും പിന്നെ പഞ്ചസാര കുറവുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കിയിട്ട് പിന്നെ ഉണ്ടാക്കിയെടുത്തപ്പോൾ നല്ല സോഫ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. ഇതുവരെ എന്നെ പോലെ
വെള്ളയപ്പം ഒന്നും ശരിയാവാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോട്ടോ. അച്ഛനും മോനും കൂടി രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവന് 6 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞ് ആ സമയത്ത് വന്നിരുന്നത്. വേറെ ഒന്നും തന്നെയല്ല, വൈറ്റമിൻ ഡി മേടിക്കാൻ വേണ്ടിയിട്ട്. വൈറ്റമിൻ ഡി കിട്ടണം അത്ര, എന്നാലാണ് അവന് ശരിയാവുള്ളൂ. അപ്പോൾ ചേട്ടന് അതിൻ്റെ ഇടയിൽ അവന് എന്തൊക്കെ എക്സസൈസ് ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം ഇങ്ങോട്ട് വന്നു അടുക്കളയ്ക്ക്, കാരണം എനിക്ക് കുറച്ച് പണിയുണ്ട്, മുട്ടക്കറിയും ഉണ്ടാക്കണം വെള്ളയപ്പത്തിനെ. ഇതെന്തത്? അവനോട് അവിടെ മൊത്തത്തിലൊന്ന് റൗണ്ട് അടിച്ചോളാൻ പറഞ്ഞപ്പോൾ ഓട്ടവും ജോഗിങ്ങാണ് കേട്ടോ, സോറി പേര് മറന്നുപോയി. അപ്പോൾ അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടോ. സബോളയും തക്കാളിയും പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടേ അതിലേക്ക് ഞാനിപ്പോൾ ഒരു എന്താ പറയുക എഗ്ഗ് മസാലയില്ലേ, മുട്ടക്കറി ഉണ്ടാക്കാനുള്ള മസാലയില്ലേ, അത് മേടിച്ചിട്ടുണ്ടേ. അത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒരു 2 സ്പൂൺ ഇട്ടിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കിയെടുത്തു കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തട്ടിക്കൂട്ട് മുട്ടക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഓരോ സാധനങ്ങൾക്ക് ഓരോ മസാലകൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ മേടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് മേടിച്ച് നോക്ക്, അടിപൊളി സാധനങ്ങളാണ്. പിന്നെ ബിരിയാണി മസാല കണ്ടുകൊടുന്നു, അത് മേടിക്കണം എന്നുണ്ടായിരുന്നു, മേടിച്ചില്ല കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് നോക്കിയിട്ടാണ് അത് മേടിക്കാൻ പറ്റൂ. പിന്നെ നല്ല എരിവ് തോന്നിയപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടേ. ഒരു മുട്ടേനായിരുന്നുള്ളൂ. അച്ഛനും മോനും അത് മുറിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് അതങ്ങോട്ട് പുഴുങ്ങിയിട്ട് തോടൊക്കെ പൊളിച്ച് കളയട്ടെ. അവരുടെ എക്സസൈസ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് നല്ല രീതിക്ക് വെയിലുദിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ അത് പറയുമായിരുന്നു, വൈറ്റമിൻ ഡി ഇപ്പോഴാണ് ശരിക്കും വരാൻ തുടങ്ങിയത് കേട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചോറും നിലത്ത് ഇത്തിരി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചിട്ട് ഇനി അതും പിന്നെ വേറെ എന്തോ കറി ഉണ്ടായിരുന്നു, പരിപ്പും തക്കാളിയും വെച്ച കറി, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി അതൊന്നും. അതൊക്കെയാണ് കേട്ടോ ഞാൻ കൊടുത്തു വിടുന്നത്. ഇത് ടിഫിനിലേക്കാണ് നേന്ത്രപ്പഴം നെയ്യിൽ മുരിച്ചെടുത്തിട്ടുള്ള സംഭവമില്ലേ, അതാണ്. അപ്പം ഇത് അവന് മാത്രമല്ല കുറച്ച് ചേട്ടനും കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. 2 നേന്ത്രപ്പഴം മുഴുവനായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ കഴിഞ്ഞത് തിങ്കളാഴ്ചത്തെ പകുതി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച 1-ാം തീയതി ആയിരുന്നല്ലോ, രാവിലെ അമ്പലത്തേക്കും കൂടെ പോകാണ്ടായിരുന്നു. അപ്പോൾ ഈ പണി തീർത്തിട്ട് വേഗം അമ്പലത്തേക്കൊക്കെ ഓടി. പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ. പിന്നെ സ്കൂളിലേക്ക് പോകണതാണ് കാണിച്ചത്, കാരണം എല്ലാം ചടപടിയെന്നായിരുന്നു. വെള്ളയപ്പൊക്കെ വേഗം വാരി കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ജയേട്ടനോട് എന്തൊക്കെ വർത്താനം പറയുക ചേട്ടനൊക്കെ കൂടിയിട്ട്. പിന്നെ സ്കൂൾ ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ. ബൈ.